ഹലോ, എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. കുറച്ചാഴ്ചയായി ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞങ്ങൾക്കിവിടെ ഈദിൻ്റെ വെക്കേഷനായിരുന്നു. 1-2 ദിവസം ഞങ്ങൾ പുറത്തൊക്കെ പോയി. അധികവും ചൂടായത് കാരണം അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ സ്കൂളൊക്കെ പൂട്ടിയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മാസം അവസാനം ആകുമ്പോഴേ സ്കൂളൊക്കെ തുറക്കുള്ളൂ. അപ്പോൾ ഹാർത്തിക്ക് ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ട. പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ബോറടിക്കാൻ തുടങ്ങുമല്ലോ. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ സമയത്തൊന്ന് പുറത്തൊക്കെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അൽക്കൂദിലുള്ള ഒരു വാദിയിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ വന്ന് ടെൻ്റൊക്കെ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പോയപ്പോൾ കണ്ട അത്രയും വെള്ളം ഇത്തവണ ഇല്ലായിരുന്നു. ചൂട് കൂടുതലായത് കൊണ്ടാവാം. അപ്പോൾ ഞങ്ങളിങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇപ്പുറത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ആഴത്തിലുള്ള നല്ല വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. പോകുന്ന വഴിക്ക് ഹെയിലുള്ള കിങ്സ് പാർക്കിൽ കയറി നല്ല 3 ലഗോൺ ബിരിയാണി വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് ഞങ്ങൾ അവിടെ വാദീൻ്റെ സൈഡിൽ പായൊക്കെ വിരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇപ്പോൾ നിലവിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏകദേശം ഞങ്ങളെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു രുചിയിൽ നമുക്ക് കിട്ടുന്ന 2 സ്പോട്ടാണുള്ളത്. ഹെയിലാണ് ആ 2 സ്പോട്ടുള്ളത്. ഒന്ന് കിങ്സ് പാർക്ക് റെസ്റ്റോറൻറ്റും പിന്നെ ഒന്ന് നമ്മുടെ ഒലീവ് ഗാർഡനുമാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഒലീവ് ഗാർഡൻ്റെ ഫുഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡാണ് 2 സ്ഥലത്തുള്ളയും. ലഗോൺ ബിരിയാണി സ്പെഷ്യലാണ്. ഇവിടെ ഇപ്പോൾ ഒമാനിൽ ഞങ്ങൾക്കറിയുന്നൊരു സ്ഥലം ലഗോൺ ബിരിയാണി കിട്ടുന്നത് കിങ്സ് പാർക്ക് തന്നെയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളവിടെ സ്വസ്ഥമായിട്ട് സ്വൈരവിഹാരം നടത്തുകയായിരുന്നു. അപ്പോഴാണ് കുറച്ച് ആൾക്കാർ ഞങ്ങളെ വെള്ളത്തിലിങ്ങനെ മുങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് അവർ വന്നത്. അപ്പോൾ നമ്മൾ ഇരുന്നതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. എന്നാലും കുട്ടികളെയൊക്കെ ഞങ്ങൾക്ക് നല്ല എന്താ പറയുക സേഫായിട്ട് വിടാൻ പറ്റുന്ന ഒരു സ്പോട്ടായിരുന്നു ഇത്. അത്യാവശ്യം ആഴമുണ്ട്. ഞങ്ങൾക്ക് നീന്താനൊക്കെ പറ്റി. കുറച്ച് സമയം ഇരുന്ന് വരുമ്പോഴൊക്കെ തന്നെ ആൾക്കാരൊക്കെ നമ്മളെ കണ്ട് അപ്പോഴൊക്കെ തന്നെ അവരൊക്കെ വരാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഹെയിലത്തെ നെസ്റ്റോയിൽ കയറി ഹാർത്തിക്കിന് ഒരു ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് സ്വതന്ത്രമായിട്ട് കളിക്കാൻ പറ്റി. അവൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചു വരാൻ വേണ്ടി കയറാൻ പറഞ്ഞപ്പോൾ അവന് തീരെ താല്പര്യമില്ലായിരുന്നു. കുറച്ചും കൂടെ സമയം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ ഇരിക്കേണ്ട അവസ്ഥയായി വന്നത്. ഇവിടുന്ന് പോകുമ്പോൾ നല്ല ചൂടായിരുന്നു. നമ്മുടെ ഇവിടെ ബർക്കയിൽ നല്ല ചൂടാണ്. അതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് വാട്ടർ മെലണും മാംഗോസൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. വാട്ടർ മെലൺ ഓൾറെഡി കട്ട് ചെയ്തിട്ടെടുത്തതുകൊണ്ട് അതും കഴിച്ചു. പിന്നെ സർപ്രൈസിങ് ആയി ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ അത്ര വലിയ ചൂടൊന്നുമില്ല, എന്നാലാണെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ള കാറ്റും ഉണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കവിടെ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി. നമ്മൾ സമയം പോയത് അറിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മതിയാവാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത്. അതോട്ടം പറയുന്നുണ്ടായിരുന്നു ഇനിയൊരു ലീവ് കിട്ടുമ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴാണ് തിരിച്ച് വരാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് റുസൈൽ നിന്ന് ഞങ്ങളൊരു ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോകുന്നത് വളരെ ക്ലോസ് ആയിട്ട് കണ്ടു. രാത്രി വീട്ടിൽ വന്നതിന് ശേഷം വലിയ വിശപ്പൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഒരു മാംഗോ എടുത്ത് ജ്യൂസാക്കിയിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബായ്.